ഇറാന്റെ കൈവശം ആണവായുധം അനുവദിക്കാനാകില്ലെന്ന് ആവർത്തിച്ച അമേരിക്ക ആണവായുധത്തിന്റെ വിഷയത്തിൽ ഇറാനെ വിശ്വസിക്കാനാകില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. I'm dealing with some quite brutal people right now in the lovely country of Iran. They are very brutal, and I will tell you, we're doing very well. You cannot give Iran a nuclear weapon. It's all I can say. You cannot. Because they would use it on a place called Israel very quickly, and they would use it in the Middle East, and they'd use it in Europe, and I guess we'd be next, and it's not going to happen. Don't worry about it. We've taken apart. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ക്യൂബയെ ലക്ഷ്യമിടും എന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. Comes from originally a place called Cuba, which we will be taking over almost immediately. No, Cuba's got problems. We'll finish one first. I like to finish a job. On the way back from Iran, we'll have one of our big, maybe the USS Abraham Lincoln aircraft carrier, the biggest in the world. We'll have that come in, stop about 100 yards offshore, and they'll say, "Thank you very much. We give up." ഐസൻ ജോസുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഐസൻ, ആണവ നിരായുധീകരണം എന്നാൽ മാത്രമേ ഒരു ചർച്ച പോലും ഉള്ളൂ എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാൻ കഴിഞ്ഞാൽ പിന്നീട് ക്യൂബയാണ് എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു ട്രംപ്. എങ്ങനെയാണ് നോക്കി കാണേണ്ടത് പ്രതികരണത്തെ? തീർച്ചയായും രാഖി, അത് ഗൗതം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ആണവായുധം അനുവദിക്കാനാവില്ല. ആണവായുധം അനുവദിച്ചാൽ അത് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും വലിയ ഭീഷണിയാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു നിർണായകമായ പ്രഖ്യാപനവും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഈ നിലവിലെ ഇറാനിലെ പ്രശ്നങ്ങൾ തീരുന്ന സമയത്തോടു കൂടി ട്രംപ് മറ്റൊരു നീക്കം കൂടി നടത്തും. അത് ക്യൂബയിലേക്കായിരിക്കും. ക്യൂബയാണ് അടുത്ത ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ഈ സംഭവം എല്ലാം കഴിഞ്ഞാൽ, അതായത് ഇറാനിലെ സംഘർഷങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ നേരെ ക്യൂബൻ തീരത്തെത്തുകയും സ്വാഭാവികമായും ക്യൂബയുടെ ഭരണകൂടം സ്വാഭാവികമായും പിന്തിരിയുമെന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർത്തും നിർണായകമായ രണ്ട് നിലപാടുകളാണ്. ഇറാനെ ആണവായുധം അനുവദിക്കാനാവില്ല എന്ന കൃത്യമായ ശക്തമായൊരു നിലപാടും അത് ഇറാന്റെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ക്യൂബയിലേക്ക് എത്തുമെന്നൊരു നിലപാടും വളരെ അസന്നിഗ്ധമായി തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഖി. യെസ്, ശരി ഐസൻ.